തൻവി കുറേ നാളുകൾക്ക് ശേഷമാണ് മലയാള സിനിമയ്ക്ക് ഒരു വരവ് അറിയിക്കുന്നത്. അത് വലിയൊരു സിനിമ, നല്ലൊരു സിനിമയുടെ ഭാഗമായി, ഒരു പ്രണയ സിനിമയുടെ ഭാഗമാവുന്നു. തൻവിയെ സംബന്ധിച്ച് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഷൈജു ആണ് നായകൻ, അർജുനുണ്ട്, ഇവരെല്ലാവരും ഒന്നിക്കുന്നു എന്നൊരു മുഹൂർത്തമുണ്ട്. എങ്ങനെയാണ് തൻവി സിനിമ ഈ കഥ കേട്ടുമ്പോൾ ഞാൻ ചെയ്യാം, എനിക്ക് ഒന്ന് തിരിച്ചു വരുന്ന ഒരു പാതയിലേക്കാണ് വരുന്നത്, അപ്പോൾ ഈ കഥ തന്നെ എടുക്കാനുള്ള ഒരു സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ? ശരിക്കും ഷംസുവാണ് ആദ്യം വിളിക്കുന്നത് കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ് അഭിലാഷം. ബിക്കോസ് ഇതിൽ ഒന്നാമത് ഇങ്ങനെയൊരു റോള് കുറച്ചൊരു മെച്ചോർഡ് റോള് കൂടിയിട്ടാണ്. അപ്പം ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം എനിക്ക് തോന്നി ഇതുവരെ ചെയ്ത സിനിമകളിൽ വന്നു പോകുന്നതോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ക്രീൻ സ്പേസ് കുറച്ചും കൂടി കുറവുള്ള സിനിമകളാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ത്രൂ ഔട്ടുള്ള ഒരു റോൾ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്ന് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് ഇങ്ങനെയൊരു സ്റ്റോറി ടെല്ലിങ് കണ്ടു വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും കൂടിയിട്ടുണ്ടാവും ഈ സിനിമ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു മെമ്മറിയാണ്. ഇപ്പോൾ ഓരോരോ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നതോ, നമ്മളിപ്പം പെർഫ്യൂംസ് ഒന്നും ആവണമെന്നില്ല, നമുക്ക് ഓരോരോ സ്മെല്ലും ഓരോരോ ഫ്രേഗ്രൻസും നമുക്ക് എപ്പോഴും നമ്മളെ ചൈൽഡ്ഹുഡായിട്ടോ അല്ലെങ്കിൽ പണ്ടത്തെ ഒരുപാട് കാര്യങ്ങളായിട്ടും കുറേ സിറ്റുവേഷൻസൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മെമ്മറിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് സ്മെൽ. സോ അതുമൊക്കെ റിലേറ്റ് ആയിട്ടുള്ളൊരു സിനിമയും കൂടിയാണ്. നല്ല രസമായിട്ടുള്ളൊരു കഥയാണ്. ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാൻ. കാരണം വെച്ചാൽ പിന്നീട് നമ്മൾ ഒരു സിനിമയിലേക്ക് ഇറങ്ങുവാണ്, നമ്മളെ മനസ്സിൽ ആളുകൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാകണം. അത്തരമൊരു ഈ സിനിമയിൽ കണ്ടിറങ്ങുമ്പോൾ ഈ കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല. ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്നൊരു ബ്രേക്ക് ഇല്ലാതെ തന്നെ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ആ സിനിമകൾ ഇറങ്ങുന്നത് ഒരുമിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിൽ. എനിക്ക് ഇതിൻ്റെ നടുക്ക് ഒരു തെലുങ്ക് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു 2-3 മാസം മുന്നേ. അപ്പോൾ ഞാൻ വേറെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് 2018 ശേഷം ഒരുപാട് സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ചെയ്യാനുള്ള ക്യാരക്ടറായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതിൽ ഞാൻ സെലക്ട് ചെയ്ത സിനിമയാണ് അഭിലാഷം. തെലുങ്ക് ഭയങ്കര റിവ്യൂ തെലുങ്ക് ലാസ്റ്റ് റിലീസ് ചെയ്ത് മലയാളികളുടെ മുമ്പിൽ കാണുന്നില്ല. പ്രശ്നമുണ്ട്. ആക്ച്വലി അത് ഞാൻ കേട്ടത് മലയാളികൾ സംസാരിച്ചിട്ടാണ്. അതിന്റെ കോൺസെപ്റ്റ് തന്നെ വൻ പൊളി പരിപാടിയാണ്. അത് നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അർജുനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അർജുൻ ഈ പറയുന്ന പോലെ നമ്മൾ അമ്പിളി സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഗോവയിൽ ഷൂട്ടുള്ള സമയത്ത് അർജുൻ വന്നിട്ടുണ്ടായിരുന്നു. സൗബിക്കിൻ്റെ കൂടെ വന്നിട്ട് അമ്പിളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം മുതലുള്ള പരിചയമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഒരേ ജിമ്മിലാണ് പോകുന്നത്, വാഴക്കാല ഒരേ സ്ഥലത്താണ് പോകുന്നത്. സോ ഓൾറെഡി എനിക്ക് അർജുനായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ സെറ്റിൽ വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര ഈസി ആയിരുന്നു അഭിനയിക്കാനും. എനിക്ക് അർജുൻ്റെ പല പടങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കാലിപ്പേഴ്സിലൊരു ഞാൻ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട് 2 ദിവസത്തേക്ക്. പിന്നെയാണ് ഇപ്പൊ ഒരുമിച്ചൊരു സിനിമ കുറച്ചും കൂടെ ഉള്ള ഒരു ത്രൂ ഔട്ട് ഉള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ട് ആ പടത്തില്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.